എന്താ താമസിച്ച്? ഞാനൊരു മാൽ സംഘടിപ്പിക്കാൻ പോയതാ. നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഒരു ഗമയൊക്കെ വേണ്ടേ? പ്രചരണത്തിനിടയിൽ സ്ഥാനാർത്ഥിക്ക് ഹാരം, ബൊക്കെ, നോട്ടുമാല, ഷാൾ എന്നിവയൊക്കെ നൽകി വീർപ്പ് മുട്ടിക്കല്ലെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതെന്താ നേതാവേ അങ്ങനെ? കോവിഡ് കാല പ്രചരണമൊക്കെ അങ്ങനെയാണ് സഹോ. മാത്രമല്ല ചേട്ടൻ ഇന്ന് കൂടെ വരണ്ട. 5 പേരിൽ കൂടുതൽ ആളുകൾ വീട് സന്ദർശനത്തിനും വോട്ട് ചോദിക്കാനും പോകാൻ പാടില്ല. ഓഹോ, ഇനിയുമുണ്ടോ ഇത്തരം മനോഹരമായ ആചാരങ്ങൾ? ല്ലോ വാഹന പ്രചരണത്തിന് 3ലധികം വാഹനങ്ങൾ പാടില്ല, ജാതിയുമില്ല, കൊട്ടിക്കലാശവുമില്ല. ചുരുക്കത്തിൽ ആനയും വെടിക്കെടില്ലാത്ത ഒരു തൃശ്ശൂർ പൂരം പോലെയാണ്. നീ പോയി സമൂഹ മാധ്യമങ്ങൾ കൊണ്ടുള്ള പ്രചരണം അങ്ങ് കൊഴുപ്പിക്ക്. എന്റെ ചിരിക്കുന്ന ഫോട്ടോ നാട്ടിലെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാമിലും അങ്ങ് ഇട്ടേക്ക്. എന്നാ നീ അങ്ങ് ചെല്ല്. ശരി, എന്നാ നിങ്ങൾ തകർക്ക്. നമസ്കാരം, ഞാൻ KP കോമളൻ, ഈ വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. അറിയാലോ, KPK നമ്മുടെ അടുത്ത പ്രസിഡന്റ് ആണ്. ഇനിയുള്ള വികസനമല്ലേ വികസനം. ഞാൻ വോട്ട് ചോദിക്കാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. അയ്യോ, വീട്ടിലേക്കൊന്നും വരണ്ട. വീട്ടില് വയസ്സായവരും കുട്ടികളൊക്കെ ഉള്ളതല്ലേ. എന്നാ നോട്ടീസ് തന്നേ. നമ്മുടെ ജില്ല മറക്കണ്ട. എല്ലാ വോട്ടും എനിക്ക് തന്നെ തരണം. മാമനെ തന്നെ വോട്ട് തരാൻ വീട്ടിൽ പറയണേ. ഓ, അല്ല നേതാവേ, എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ ഈ സാധനം കയ്യിലിടല്? വീട്ടിൽ കയറുമ്പോഴണം, ഇറങ്ങുമ്പോഴണം. വയ്യ, മടുത്തു. ഇങ്ങനെ ഒരു ഇലക്ഷൻ ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? പണ്ടൊക്കെ പെരുമാറ്റച്ചട്ടം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പോ കോഡ് ചട്ടം കൂടി നോക്കണം. ഇതിപ്പോ നിത്യജീവിതത്തിന്റെ ഭാഗമായിടോ. നമുക്ക് വേണ്ടി മാത്രമല്ല, എല്ലാം നമ്മുടെ നാടിനു വേണ്ടി കൂടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം. നേതാവേ, ഇത് നമ്മളെ രാഘവട്ടന്റെ വീടാണ്. വോട്ട് എങ്ങോട്ട് വേണമെങ്കിലും വീഴാം. അവിടെ 8 വോട്ടുണ്ട്. നല്ലോണം പതപ്പിച്ച് വിട്ട് കഴിഞ്ഞാല് നമുക്ക് തന്നെ കിട്ടും. അതെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് വെളുക്കെ ചിരിച്ച് രാഘവേട്ടനെ വീട്ടിലേക്ക് പോവാം. ബെസ്റ്റ്. മാസ്ക് ഇട്ട് ചിരിച്ചാൽ ആര് കാണാനാ? ഓ, മാസ്ക് ഉള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. മറക്കരുത്, മാസ്കും സാനിറ്റൈസറും മറക്കരുത്. പിന്നെ ഓരോ വീട്ടിൽ കയറുമ്പോഴും മിനിമം 2 മീറ്റർ ദൂരമെങ്കിലും പാലിക്കണം. ശരി, എന്നാ വാ. രാഘവേട്ടാ, ഹായ്. യെസ് ഡ്യൂട്ട്, ആരാണ്? ഞാൻ KPK സ്ഥാനാർത്ഥിയാണ്. ഡ്യൂട്ട്, ഷെയ്ക്ക് ഹാൻഡ്സ് ഒന്നും വേണ്ട. അവിടെ താഴെ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ മാസ്ക് ഒന്ന് കയറ്റിട്ടോ. സോറി, ഞാൻ ഓർത്തില്ല. ആരാ ഇത്? സ്ഥാനാർത്ഥിയോ? എന്താ ഈ വഴിയൊക്കെ? എന്ത് ചോദ്യമാണ് രാഘവേട്ടാ? നമ്മൾ ഇവിടൊക്കെ തന്നെ ഇല്ലേ? പിന്നെ കൊറോണ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. രാഘവേട്ട എങ്ങോട്ടും പോയില്ലേ? പോയാൽ ഇവിടെ കാണൂടോ. 25 വയസ്സിന് മുകളിലുള്ളവർക്കും 10 വയസ്സിന് താഴെയുള്ളവർക്കും റിവേഴ്സ് ക്വാറന്റൈനിൽ ഇരിക്കണമെന്നല്ലേ? അതുകൊണ്ട് സ്വസ്ഥമായി വീട്ടിലിരിക്കുന്നു. നേതാവ് കയറിയിരിക്കൂ, വരൂ. അയ്യോ വേണ്ട രാഘവേട്ട, സ്ഥാനാർത്ഥിയും കൂടെയുള്ളവരും വീട്ടിൽ കയറി ഇരിക്കരുതെന്നാണ് ചട്ടം. രാഘവേട്ടന് നോട്ടീസ് കൊടുക്ക്. ജാനുവരത്തി സുധനല്ലേ? ഹായ് മോളൂ. കെട്ടിപ്പിടിക്കലും മുമ്പൊന്നും പാടില്ല. ഓ, ഞാനത് ഓർത്തില്ല. ഒപ്പാണ് നമ്മുടെ ചിഹ്നം. സോപ്പിട്ട് കൈ കഴുകി മാസ്ക് ഇട്ട് അകലം പാലിച്ച് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോ സോപ്പിനൊരോട്ട്. മോനെ മറക്കല്ലടാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ എന്നെയും സോപ്പിനെയും മറക്കല്ലേ. നിന്നെ മറന്നാലും സോപ്പിനെ മറക്കൂല. ഹലോ KPK, വൈകിട്ട് 8 മണിക്കാണ് കുടുംബയോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഓ ശരി ശരി.
ആദ്യം 6 മണിക്ക് കവലയിലുള്ള പൊതുയോഗമല്ലേ? അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായോ? നമ്മുടെ കുറച്ച് പ്രവർത്തകരെ നേരത്തെ തന്നെ അങ്ങോട്ട് അയക്കണം. SMS ഉറപ്പാക്കണം. SMS ഒക്കെ പഴഞ്ചനല്ലേ? വാട്സപ്പിൽ നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എടാ പുഷ്പ, SMS എന്നാൽ സോപ്പ് അല്ലെങ്കിൽ സാനിറ്റൈസർ, മാസ്ക്, സാമൂഹ്യ അകലം എന്നിവയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചു എന്ന് ഉറപ്പാക്കണം. ഓ അതായിരുന്നു, പെട്ടെന്ന് ഓർത്തില്ല. പിന്നെ എതിർ സ്ഥാനാർത്ഥി നാളെ മുതൽ സജീവമാകുമെന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ക്വാറന്റൈൻ കഴിഞ്ഞ് പ്രചരണത്തിനിറങ്ങാൻ ആരോഗ്യവകുപ്പ് അനുമതി നൽകിയെന്നാണ് അറിഞ്ഞത്. ഓ അങ്ങനെയാണോ? അതൊരു പ്രശ്നമല്ല. ട്രെൻഡ് ഇപ്പോ നമുക്ക് അനുകൂലമാണ്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഭൂരിപക്ഷം ഇരട്ടിയാക്കാം. പിന്നെ നീ ആ സതീശനോട് വേഗം ഇങ്ങോട്ട് വരാൻ പറ. ഉണ്ണിക്ക് ചെറിയ പനിയും തൊണ്ടവേദനയും ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെ വീട്ടിൽ വിട്ടു. അങ്ങനെയുള്ളവർ പ്രചരണ രംഗത്ത് നിന്ന് മാറി നിൽക്കണം എന്നാ പറഞ്ഞ പോലെ. വൈകുന്നേരം നേരിൽ കാണാം. എന്നാ ശരി. ഓ, ക്വാറന്റൈൻ്റെ കാര്യം പറയുമ്പോൾ ഓർത്തത്, നമ്മുടെ തടത്തിൽ ദിനേശനും കുടുംബവും ക്വാറന്റൈനിലാണ്. മകൾ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് കോവിഡ് പോസിറ്റീവ് ആണെന്ന് കേട്ടു. എന്നാ ആ വീട്ടിൽ പോകണ്ട. നീ ഫോൺ നമ്പർ ഒന്ന് സംഘടിപ്പിക്കും. ദിനേശിനെ നേരിട്ട് വിളിക്കാം. ക്വാറന്റൈൻ ഉള്ളവർക്കെല്ലാം എന്റെ വോട്ടഭ്യർത്ഥന വാട്സപ്പ്, ഫേസ്ബുക്ക് വഴി അയക്കാം. അല്ല കെപ്പിക്ക്, എന്തായിരുന്നു ഇന്നലെ ഒരു ബഹളം കേട്ടത്? ഭാര്യ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. ഇതൊക്കെ നാട്ടിൽ പാട്ടായ? പാട്ട് ഒന്നും ആയില്ല. കാര്യം എന്താണെന്ന് പറ. ഒന്നുമില്ലടാ. ഇന്നലെ പ്രചരണം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ വല്ലാത്ത ക്ഷീണം. എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി എന്ന് കരുതി കയറി ചെന്നപ്പോ അവള് പറയുക, ഇട്ട ഡ്രസ് എല്ലാം സോപ്പ് വെള്ളത്തിലിട്ട് നന്നായി സോപ്പിട്ട് കുളിച്ചാലേ വീട്ടിൽ കയറ്റുവന്ന്. എന്റെ ഒരു ഗതികേടെ. അതിന് ചേച്ചിയെ പറഞ്ഞിട്ട് കാര്യമില്ല. കോവിഡ് കാല പ്രചരണത്തിൽ ഇക്കാര്യം പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആയിട്ട് ഇനി ഇക്കഥ നാട്ടിലൊന്നും പ്രചരിപ്പിക്കല്ലേ. നമുക്ക് അടുത്ത വീട്ടിൽ കയറാം. അത് നമ്മുടെ ശശിയുടെ വീടാണ്. മൂപ്പര് മെഡിക്കൽ കോളേജിലായിരുന്നു. എന്തു പറ്റി? അറ്റാക്ക് കഴിഞ്ഞിരിക്കുമല്ലേ, പിന്നെ പ്രായം കുറേയായി. വന്നു കാണുമായിരിക്കും അല്ലേ? ശശിയേട്ടാ, ബാബുവിന്റെ ഭാര്യ ലതയല്ലേ ഓടിപ്പോയത്? ഇനിയിപ്പോ നമ്മളെ കണ്ടിട്ടാണ് അവ ഓടിപ്പോയത്. ഓള് ഗർഭിണിയാണോ, അതാ ഓടി അകത്ത് കയറിയത്. ശശിയേട്ടാ, അച്ഛൻ കിടപ്പിലാണ്. എന്താ കാര്യം? സ്ഥാനാർത്ഥിയാണ്, വോട്ട് ചോദിക്കാൻ വന്നതാണ്. ആയിക്കോട്ടെ, ഇവിടെ പ്രായമായവരും രോഗികളും മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ വീട്ടിൽ കയറുന്നില്ല. ശശിക്ക് എങ്ങനെയുണ്ട്? ഞാൻ അന്വേഷിച്ചതായി പറയണം. പിന്നെ വോട്ട് എനിക്ക് തന്നെ തരണം. ഒരു നോട്ടീസ് ഇവിടെ വെക്കുന്നു. കോമള, നീ സേതുവിന്റെ വീട്ടിലേക്ക് പോണ്ട. അവിടെ പനിയും ചുമയുമായി കെട്ടിയോളും അവനും അടച്ചിരിപ്പാണ്. ശരി അമ്മ, എന്നാ വരട്ടെ. വോട്ട് എനിക്ക് തന്നെ തരണേ അമ്മ.